ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ട് വാഷി ടേപ്സ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഷി ടേപ്സ് എത്ര സൈസിൽ വേണം അതുപോലെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് കുറച്ച് വട്ടം വട്ടം വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെഡ് കളർ വട്ടം വട്ടം ഇങ്ങനെ ഇടയിലിടയിലായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ചെറിയാണ്, എന്നിട്ട് ചെറിക്ക് തണ്ടും ഇലയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഇലയും തണ്ടൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ കളർ കൊണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാഷി ടേപ്പ് നോക്കാം. അതിന് ഇതുപോലെ ഒരു ലൈറ്റ് കളർ ബ്ലൂ എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഡാർക്ക് വയലറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വരച്ചിട്ട് അതിനൊന്ന് കളർ ചെയ്തെടുക്കുക. അങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഇതുപോലെ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാഷി ടേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ വാഷി ടേപ്പ് നോക്കാം. മൂന്നാമത്തെ വാഷി ടേപ്പിന് ഇതുപോലെ ഒരു കളർ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെയും റെഡ് കളർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ ഇന്ന ഷേപ്പൊന്നൊന്നുമില്ല, ഇലയും വട്ടവും കുത്തും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാലാമത്തെ വാഷി ടേപ്പ് ക്യൂട്ടായോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്യൂട്ടായിട്ടില്ല, കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇടവിട്ട് കുറച്ച് ഹാർട്ട്സ് വരച്ചു കൊടുത്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഹാർട്ട്സ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ മുകളിലും താഴെയും കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ വാഷി ടേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ വാഷി ടേപ്പ് നോക്കാം. അഞ്ചാമത്തെ വാഷി ടേപ്പിന് ഇതേപോലെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് നമ്മളെ കുട്ടി കുട്ടി സ്റ്റാർസാണ് വരച്ചു കൊടുക്കുന്നത്. ഈ ഒരു വാഷി ടേപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ കുട്ടി കുട്ടി സ്റ്റാർസ് ഫുള്ളായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വാഷി ടേപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആറാമത്തെ വാഷി ടേപ്പ് നോക്കാം. ഇത് കുറച്ച് വിൻ്റർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു ഡാർക്ക് കളർ ബ്ലൂ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളർ ഇങ്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ഇല്ലെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വൈറ്റ്നറൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡാർക്ക് ബ്ലൂ കളർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് സ്നോ ഫ്ലേക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആറാമത്തെ വാഷി ടേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ വാഷി ടേപ്പും ഒരു ഫ്രൂട്ട്സിൻ്റെ വാഷി ടേപ്പാണ്. ഇതുപോലെ ഒരു ലൈറ്റ് കളർ പിങ്ക് കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഗ്രേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രേപ്സിന് തണ്ടും ലീവ്സൊക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മുടെ ഏഴാമത്തെ വാഷി ടേപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷി ടേപ്പിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ വാഷി ടേപ്പ് റോളൊന്നും ചെയ്തെടുക്കുന്നില്ല, കാരണം എനിക്ക് ആ സ്റ്റിക്കർ ഇട്ട് വെക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ, അതിൽ വാഷി ടേപ്പ് വെക്കാനാണ്. അപ്പം ഞാൻ വാഷി ടേപ്പ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ വാഷി ടേപ്പും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഷി ടേപ്പ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.